ഈ ബിൽഡിങ്ങിന് പ്രത്യേകതയുണ്ട്. ക്രൂ ഒഴിച്ച് ബാക്കി ആർക്കും പറയാം. തൊട്ടുമുന്നിലായിട്ട് വളരെ ഉയരത്തിന്റെ ഒരു ബിൽഡിംഗ്. മാതൃകയിലാണ് അതിന്റെ നിർമ്മാണം. നല്ല കയ്യിൽ എടുക്കണേ. ഓക്കെ, അങ്ങോട്ട് വരണം, അങ്ങോട്ട് നിന്നാണ് മിനിസാർ അങ്ങോട്ടേക്ക്. ഓക്കെ, അവിടെ മിനിസാർ ഒഴിച്ചിട്ടുള്ള ടീമിന് ബാക്കി പറയാം. നമ്മുടെ അംബാനിയുടെ വീട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഫേമസ് ഷേപ്പിലാണ്. രഞ്ജിത്ത് സാറെ ഒരു ക്ലൂ വേണമെന്ന് തോന്നുന്നല്ലേ അല്ലേ? അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ. കാരണം ഞാൻ യാത്രയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് എപ്പോഴും ഈ ബിൽഡിങ്ങിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് പലരും ഇതിന്റെ ആൻസറുകൾ പറയാറുണ്ട്. അവസാനം വരുന്ന സമയത്താണ് ഇതിന്റെ ബിൽഡിങ്ങിന്റെ ഷേപ്പിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണൂരിൽ വന്ന ഒരു ചേട്ടൻ എണീറ്റ് എന്നൊരു ഒറ്റ പറച്ചിലാണ് കേട്ടോ. അദ്ദേഹത്തിന് തന്നെ നാടൻ ഭാഷയിലാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ. നമ്മുടെ ഇവിടെ രണ്ടുപേര് പറഞ്ഞിരിക്കുകയാണ്. അവര് ഇന്ന് നമ്മുടെ തമ്പുരാട്ടിയിൽ നിന്ന് സമ്മാനം ഏറ്റുവാങ്ങുന്നതാണ്. ഓക്കെ, അവിടെ മറുദേശത്തായിട്ട് കനകക്കുന്ന് കൊട്ടാരമാണ്. തിരുവിതാംകൂർ രാജകൊട്ടാരത്തിൽ തീരുന്ന നോൺ വെജ് കഴിക്കുന്ന അതിഥികളെ സൽക്കരിക്കുന്നതിനും അവർക്ക് വിശ്രമിക്കുന്നതിനും വേണ്ടി കൊട്ടാര സദൃശ്യമായി നിർമ്മിച്ച ഒന്നാണ് കനകക്കുന്ന് കൊട്ടാരം. ഒരുപാട് സാംസ്കാരിക വേദികളായി പ്രവർത്തിക്കുന്നു. ഈ തൊട്ടടുത്ത് നടന്ന ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇവിടെ വെച്ചാണ് ഇറങ്ങിയത്. അതുപോലെ തന്നെ വർഷത്തിൽ നടക്കുന്ന നൃത്തോത്സവമൊക്കെ ഇവിടെ വെച്ചാണ് സംഘടിപ്പിക്കാറുള്ളത്.